ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശ്രീരംഗം ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഈ ക്ഷേത്രത്തിൻ്റെ പകുതിയോളം കാഴ്ചകൾ നമ്മൾ പാർട്ട് 1 തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി പകുതിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അമ്പലത്തിൻ്റെ പുറകുവശത്തായിട്ടുള്ള അമ്മൻ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഈ കാണുന്ന കൽത്തൂണുകളും നേരത്തെ കണ്ട സ്വർണ്ണ സിംഹാസനവും ഒക്കെ ഉള്ളത്. നമ്മളിപ്പോൾ താൽവാർ സന്നിധിയിലാണ് നിൽക്കുന്നത് കേട്ടോ. താൽവാർ സന്നിധി എന്ന് പറഞ്ഞാൽ താൽവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ. അപ്പോൾ ഈ കാണുന്നൊരു മണ്ഡപം, അതായത് ഇങ്ങനെ ഉപപ്രതിഷ്ഠകൾ ഒരുപാടുണ്ട് ഈ ക്ഷേത്രത്തിൽ. അങ്ങനെ ഓരോ ഉപപ്രതിഷ്ഠയ്ക്കും ഇത്രയും വലിയ കൽമണ്ഡപങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ വേറെ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ബാക്ക് വശത്തുള്ള കവാടത്തേക്കൂടെ പുറത്ത് കിടന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്ക് 2 സൈഡിലായിട്ട് അഗ്രഹാരങ്ങൾ കാണാം. അതുപോലെ വളരെ നീറ്റായിട്ട് റോഡും അധികം ജനത്തിരക്കോ വണ്ടികളോ ഒന്നും ഇല്ലാത്ത ഒരു ഭാഗമാണ് ഈ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. ഈ കവാടം കടന്നതിന് ശേഷം വീണ്ടും നമുക്ക് മുന്നിലായിട്ട് ഏകദേശം 5ഓളം കവാടങ്ങൾ വീണ്ടും ഉണ്ട് നമുക്ക് കടക്കാനായിട്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തേക്കൂടെ വരുന്നവർക്കായിട്ടാണ് ഈ കാണുന്ന കവാടങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കണ്ട ഇങ്ങനെ ഓരോ കവാടങ്ങളായിട്ട് നമുക്കിങ്ങനെ ഒറ്റ വാതിലിൽ കൂടെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലാണ് നിൽക്കുന്നത് കേട്ടോ. പടിഞ്ഞാറേ നടയിൽ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഗോപുരങ്ങൾ വീണ്ടും വീണ്ടും കാണാം. ബാക്കിലേക്ക് പിന്നെയും ഒരു 3-4 ഗോപുരങ്ങളുണ്ട്. ഈ ഗോപുരങ്ങളോട് ചേർന്നൊക്കെ മതിലുകളുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ബാക്കിൽ മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാൻ പറ്റും. അതൊന്ന് കേൾപ്പിക്കാം. പിന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ടാണ് അമ്പലം. ഈ കാണുന്നതാണ് ക്ഷേത്രം വരുന്നത്. മന്ത്രോച്ചാരണങ്ങൾ കേൾക്കണില്ലേ? അപ്പോൾ അവിടെ മന്ത്രം പഠിപ്പിക്കുന്ന സ്ഥലം തോന്നുന്നു. പിന്നെ നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് വീണ്ടും വീണ്ടും ഗോപുരങ്ങളും ഗോപുരത്തോട് ചേർന്നിട്ട് മതിൽക്കെട്ടുകളൊക്കെയാണ്. അപ്പോൾ പിന്നെയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇനിയും കാണാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കിഴക്കേ ഭാഗത്തെ ഗോപുരം കുതിരമാളികയൊക്കെ ആ ഭാഗത്തായിട്ടാണ്, അതൊക്കെ കാണണം. അപ്പോൾ ഇനി അതിൻ്റെ വീഡിയോസിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മുമ്പിൽ കണ്ട ഈ അഗ്രഹാരത്തിക്കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ്. അമ്പലത്തിലേക്ക് വന്നവരുടെ വണ്ടികളൊക്കെ 2 വശങ്ങളായിട്ട് പാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം. പിന്നെ പഴയ അഗ്രഹാരത്തിൻ്റെ തനിമയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാം. പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പണിതുകൊണ്ടിരിക്കുകയാണ്. അഗ്രഹാരം മാത്രമല്ല, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹോട്ടൽസ്, റൂംസ്, അതുപോലെ തന്നെ ഈ ബ്രാഹ്മണ സംഘം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നേരെ മുമ്പിൽ കാണുന്ന വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒതൻറ്റിക് രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് വെള്ള ഗോപുരമാണ്. ഈ ഗോപുരത്തിൻ്റെ പിന്നിലും ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ നിലവിലുള്ള ഏകദേശം 55ഓളം ഗോപുരങ്ങളിൽ ഈ ഒരു ഗോപുരം മാത്രമാണ് പൂർണ്ണമായിട്ടും വെള്ള കളറിലുള്ളത് കേട്ടോ. അങ്ങനെ ആ ഗോപുരം ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടക്കുകയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ വെള്ള ഗോപുരം. ഇതിനും ഏകദേശം അത്യാവശ്യം ഹൈറ്റ് തന്നെ ഉണ്ട്. നിലവിലുള്ള ഗോപുരങ്ങളിൽ ഉയരം കൂടിയ 2ാമത്തെ ഗോപുരമാണ് ഈ കാണുന്ന വെള്ള ഗോപുരം. ഇങ്ങനെ ഈ വെള്ള ഗോപുരത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കിടന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തുള്ള കാഴ്ചകൾ ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ നേരെ കാണുന്നത് ഒരു കുതിരമാളിക പോലത്തെ കൽമണ്ഡപമാണ്. പിന്നെ അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗം ഗോപുരത്തിൻ്റെ താഴെയും ഈ മണ്ഡപങ്ങളുടെ ഭാഗത്തൊക്കെ ആയിട്ട് പൂർണ്ണമായിട്ടും മണലാണ് അവർ വിരിച്ചേക്കണത്. മറ്റ് ഭാഗങ്ങളിൽ പുല്ലും കാര്യങ്ങളൊക്കെയാണ്, ഈ ഭാഗത്ത് മണലാണ്. നമ്മുടെ ഈ നേരെ കാണുന്നതാണ് 1000 കൽമണ്ഡപമാണ്. അവർക്ക് പ്രവേശനമില്ല. നമ്മൾ ഇതിന് മുമ്പ് ഒരു വട്ടം വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. പിന്നീട് അവർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ച് അടച്ചേക്കാണ്. ഏകദേശം 1000ഓളം തൂണുകൾ ആ മണ്ഡപത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇത്ര നേരം കണ്ട നടകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ഡിഫറൻ്റ് ആണ് കേട്ടോ. ഈ കാണുന്ന കിഴക്കേ ഗോപുരം വൈറ്റ് കളറാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇങ്ങനെ മണൽത്തരികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കുതിരമാളിക എന്നൊക്കെ പറയാം. ഒരുപാട് കുതിരകളെ കൊത്തി വെച്ചിട്ടുള്ള തൂണുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ 1000 കൽമണ്ഡപമാണ്. അവിടേക്ക് പ്രവേശനമില്ല. അവിടെ ഗ്രില്ലിട്ട് അടച്ചേക്കാണ്. ഞാൻ കഴിഞ്ഞ 4 ലക്ഷം വന്നപ്പോൾ അവിടേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ കാണുന്ന ബാക്ക് സൈഡിൽ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന വെള്ള ഗോപുരം. ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. ബാക്കിയൊക്കെ കളർഫുള്ളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗോപുരം മാത്രമാണ് വെള്ള ഗോപുരമായിട്ട് സ്ഥിതി ചെയ്യണത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസാണ് ഈ കാണുന്നത്. ഈ 1000 കൽമണ്ഡപത്തിൻ്റെ സൈഡിലുള്ളൊരു ഭാഗമാണ്. അവിടെ ഒരു ആനയും ആനക്കുട്ടിയും കുത്തി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല.
പിന്നെ അവർ ഭംഗിയായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ വിരിച്ചു നല്ലൊരു ഭംഗിയും, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അത്. ഈ കാണുന്നതാണ് കുതിരകളെ കൊത്തി വെച്ചിട്ടുള്ള കൽത്തൂണുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ തൂണിൻ്റെ ഫിനിഷിങ്ങും പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഓരോ ചെറിയൊരു മൈന്യൂട്ട് കാര്യം പോലും അവർ വളരെ ശ്രദ്ധിച്ചിട്ട് കാർവ് ചെയ്ത് വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ യാത്രയിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് നമ്മുടെ കൂടെ ഹിജാബ് ധരിച്ചൊരു മുസ്ലിം കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ജാതി മതവും അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. പക്ഷേ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നവർ ഹിന്ദുക്കളായിരിക്കണം എന്ന് ഉള്ളൂ. അതുവരെ ഏകദേശം 5-6 കവാടങ്ങൾ നമുക്ക് കിടന്ന് ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു കവാടത്തിൽ മാത്രമാണ് നമ്മൾ തടഞ്ഞത്, ബാക്കിയുള്ളിടത്തൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള വേറൊരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ കടന്നു വന്ന എല്ലാ ഗോപുരങ്ങളും ഇവിടെ നിന്നിട്ട് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. ആ നേരെ കാണുന്നതാണ് രാജഗോപുരം. ഏകദേശം 24 നിലയോളം പൊക്കമുള്ള രാജഗോപുരമാണ് ഏറ്റവും അറ്റത്തായിട്ട് കാണുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ കുഞ്ഞു ഗോപുരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. പക്ഷേ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഈ ബാക്കിൽ കാണുന്നത് നമ്മൾ കടന്നു വന്ന ഗോപുരങ്ങളാണ് കേട്ടോ. ഏകദേശം ഇത്രയും ഗോപുരങ്ങൾ കടന്നു വന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഇനിയും ഏകദേശം ഇത്രയും ഗോപുരം തന്നെ നമുക്ക് പിന്നെയും കടന്നിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ അത്രയും വലിയൊരു നിർമ്മിതിയാണ് ഈ കാണുന്ന ശ്രീരംഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വന്നോളൂ, വരേണ്ടൊരു പ്ലേസാണ്. അപ്പോൾ ട്രിച്ചിയിൽ ഇതുപോലെ 3-4 സ്പോട്ടുകളുണ്ട്. അതൊക്കെ നമ്മൾ യോജിപ്പിച്ചൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യണത് കേട്ടോ. അല്ലാത്ത നമ്മൾ ഷോർട്സ് ആയിട്ടാണ് ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, മറക്കരുത്. അങ്ങനെ അമ്പലത്തിലെ വീഡിയോസൊക്കെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മുമ്പിൽ ഈ കുഞ്ഞ് ആന വന്നത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിലെ ആചാരമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ആന മിക്കപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ആനയുടെ തുമ്പിക്കൈയിൽ പൈസ 10 രൂപ, 20 രൂപ, 100 നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു പൈസ വെച്ച് കൊടുത്ത ആന തുമ്പിക്കൈ കൊണ്ട് നമ്മുടെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കും. അത് നമ്മൾ ഇതിന് മുമ്പ് വന്നപ്പോൾ ഒരു വട്ടം ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ആനേനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നൊരു ഭാഗമായിരുന്നു. അപ്പോൾ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ തോന്നി. നമ്മളതിന് ശേഷം ഈ ഒരു ഭാഗം കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. ഇതുപോലെ മറ്റ് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.